നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, 2018 ഇതിന് തുടക്കം കുറിച്ചത്. പലർക്കും സംശയങ്ങളുണ്ടായിരുന്നു. ഇത് എത്ര കണ്ടാണ് ഫലപ്രദമാവുക, ഇതുകൊണ്ട് എന്താണ് പ്രയോജനം, എന്തെങ്കിലും പ്രത്യേക ഗുണം ഇതുകൊണ്ട് ഉണ്ടാകുമോ എന്നെല്ലാമുള്ള പല സംശയങ്ങൾ ചിലരിലുണ്ടായിരുന്നു. ചിലരത് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ കേരളത്തിൻ്റെ വിജ്ഞാന മേഖലയിലടക്കം പ്രവാസി സമൂഹത്തിൻ്റെ പ്രാവീണ്യത്തിനും നൈപുണ്യത്തിനും പ്രാഗൽഭ്യത്തിനും വലിയ പങ്കുവഹിക്കാനുണ്ട് എന്നാണ് കേരളം കാണുന്നത്. ഇവിടെ കേരളത്തിൻ്റെ വിജ്ഞാന മേഖലയിലടക്കം പ്രവാസി സമൂഹത്തിൻ്റെ പ്രാവീണ്യത്തിനും നൈപുണ്യത്തിനും പ്രാഗൽഭ്യത്തിനും വലിയ പങ്കുവഹിക്കാനുണ്ട് എന്നാണ് കേരളം കാണുന്നത്. ലോ കേരള സഭ പ്രാവർത്തികമായത് എല്ലാം അതിൻ്റെ ദൃഷ്ടാന്തമാണ്. അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ അവർക്ക് അംഗീകരിക്കുന്ന, അവർക്ക് അർഹതപ്പെട്ട അംഗീകാരമാണ് സംസ്ഥാനം നൽകാൻ ശ്രമിക്കുന്നത്. പ്രദേശം വികസിക്കലല്ല, പൊതുവെ വികസനം വരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വികസനത്തിൻ്റെ സ്വാദ് അനുഭവവേദ്യമാകണം. രൂപ വരെ മരണാനന്തര ധനസഹായം ലഭ്യമാകും. മുൻ പ്രവാസി കേരളീയൻ വിദേശം 1B പ്രവാസി കേരളത്തിന്റെ വികസന പ്രക്രിയയിൽ നേരിട്ട് പങ്കാളികളാകാൻ ലോക കേരളത്തിനായി ഉയർന്നതീ സഭാതലം. സഖ്യസാഗരങ്ങളല്ല കേരളത്തിനതിരുകൾ, കേരളത്തിനതിരുകൾ. നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികൾ കേരളത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. അവരുടെ അറിവും എക്സ്പീരിയൻസും നമ്മൾ പ്രയോജനപ്പെടുത്തണം. ലോക കേരളത്തിനായി ഉയർന്നതീ സഭാതലം. സഖ്യസാഗരങ്ങളല്ല കേരളത്തിനതിരുകൾ, വിശ്വചക്രവാളമോളമിത്ര